ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നല്ലൊരു ഡിന്നർ കോംബോ ഷെയർ ചെയ്യാം. നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തിയും ഒരു സ്പെഷ്യൽ ഗ്രേവി ആയിട്ടുള്ള ബീഫിൻ്റെ കറിയായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫും ഒരു ഇത്തിരി ഉപ്പും മുളക് പൊടി ഗരം മസാല ഇത്രയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഇട്ട് ആവശ്യത്തിനുള്ള വേവിന് വിസിലൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാവുന്ന സമയത്ത് ഒരു പാനിലേക്ക് ഇത്തിരി വെള്ളം, അളവൊന്നും പ്രത്യേകിച്ചില്ല, കുറച്ച് വെള്ളം വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. അതായത് നമ്മളൊന്ന് കൈ കുത്തി നോക്കുമ്പോൾ പൊള്ളാത്ത രീതിയിൽ ചൂടായാൽ മാത്രം മതി. അതിനുശേഷം ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിക്കും പ്രത്യേക ഒരു കണക്കൊന്നുമില്ല. നമ്മളിതൊന്ന് ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആകുമ്പോൾ ഒന്നെല്ലാം കൂടി ഒന്ന് ചേർന്ന് വരുന്ന ആ ഒരു പാകത്തിൽ ആക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകത്തിൽ വേണം ഇതുപോലെ കണ്ടോ റെഡിയാക്കി എടുക്കാൻ. ഇനി വേണം നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര ഹാർഡായി പോകും. ചപ്പാത്തി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതേപോലെ നന്നായിട്ട് വലിച്ചൊന്ന് കുഴക്കുമ്പോൾ അത്രയും ചപ്പാത്തിയും സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കയ്യിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ചപ്പാത്തിയുടെ പാത്രത്തിൽ നിന്ന് പൊടിയും ഒക്കെ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടും. എല്ലാം കൂടി റോളാക്കിയതിന് ശേഷം മിനിമം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ചപ്പാത്തി മാവ് കുഴച്ചതിന് ശേഷം ഒന്ന് 5, 10, 15 ഇനിയിപ്പോൾ അരമണിക്കൂറായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ ചപ്പാത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ പാനിലേക്ക് നമുക്ക് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. ഹോൾ മസാല ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് ആ ഒരു പൊട്ടി വരുന്ന ആ ഒരു സ്റ്റേജിൽ നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ. ഒരു 2 3 ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മളതിൽ ഇത്തിരി ഉലുവ പൊടി കൂടി ചേർക്കും. അപ്പോൾ കൂടി പോയാൽ കറിക്ക് കയ്പ്പൊക്കെ ടേസ്റ്റ് ചെയ്യും. ഒരു 1 2 മാത്രം ഈ ഹോൾ മസാലയുടെ കൂടെ അതുകൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മളിതുപോലെ സവാളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കുരു മാറ്റിയതിന് ശേഷം ഇടാം, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് മാത്രം ചേർക്കാം. ഒരു ചെറിയ പീസ് പച്ചമുളക് ഇടുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പീനട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഏലക്കയുടെ തരി ആണ് ചേർത്ത് കൊടുത്തത്, അതും കൂടി ചേർക്കുക. പിന്നെ കണ്ടോ ഉലുവയുടെ പൊടി ഇത്രയും മാത്രമേ പാടുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി. നേരത്തെ നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കുക. കുരുമുളകൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടിയൊന്നും പ്രത്യേകിച്ച് ചേർക്കണമെന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ടാക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ ചെറിയൊരു പ്ലേറ്റിലേക്ക് നമുക്കിതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ, ഗോതമ്പ് പൊടി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കട്ടയില്ലാതെ എടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാൻ പോണത് കേട്ടോ. എളുപ്പമാണ്. നമുക്ക് ചപ്പാത്തി പലകയിലൊക്കെ വെച്ച് ചെയ്യണതിനെക്കാട്ടിലും എനിക്ക് ഇത്തിരി കൂടി കംഫർട്ടബിളായിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. മാവിൻ്റെ ബോള് ആവശ്യത്തിനുള്ള വലിപ്പത്തിലെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ പൊടിയിൽ മുക്കിയിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ഒട്ടും ഒട്ടി പിടിക്കാത്ത നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ.
ചിലപ്പോൾ ചിലരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ചപ്പാത്തി ശീലമുള്ളൊരു വീട്ടിൽ ഡെയിലി ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. നമുക്കൊരു മടി തോന്നും. വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഗസ്റ്റ് വരുന്ന ടൈമിലോ ഒക്കെ ആയാലും മതിയല്ലോ. ഇനി ഈ ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തിയാലാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ലെയറിൽ കിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുക. എളുപ്പമാണ്, കാണുന്നത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഷൂട്ട് ചെയ്യലും ക്യാമറ വയ്ക്കലും ഒക്കെ കാരണം ആണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ലെയറോട് കൂടിയിട്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴച്ച് ബോളാക്കി വെക്കില്ലേ, അതുപോലെ കണ്ടോ ലെയറിൽ റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇനി റെഡിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിലൊക്കെ നല്ലോണം അരപ്പുണ്ടാകും, അതുകൂടി ഒന്ന് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ നല്ല ഫ്ലെയിമിൽ വെച്ച് വഴറ്റുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്കിതിലേക്ക് വെന്ത് വന്നിട്ടുള്ള ബീഫ് അതിൻ്റെ ആ ഗ്രേവിയോടുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ബീഫിലേക്ക് മസാല ഒന്ന് പിടിച്ച് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും. പിന്നെ ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തിരി കൂടുതലൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് ലൂസായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെയായിരിക്കും. ഇനി അതൊന്ന് റെഡിയായി വന്ന സമയത്ത് ഞാനപ്പോൾ എല്ലാം ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ലെയറൊന്നും പോകാതെ തന്നെ കുറച്ച് പൊടി വിതറി പരത്തിയെടുക്കാം. റൗണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാകാതെ സൂക്ഷിക്കുക കേട്ടോ. കുറച്ചൊരു കട്ടി വേണം, എന്നാലേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ലെയറോട് കൂടി കിട്ടുള്ളൂ. ഇത്രയും മതി. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ഇത്തിരി കട്ടി കൂടിയൊക്കെ നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് ലെവലാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ തന്നെ ലെയറൊക്കെ കാണാം. കണ്ടോ, അങ്ങനെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് പാൻ വെക്കാം. ചപ്പാത്തിയുടെ പാനൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കല്ലച്ച് പോകും. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മളിതുപോലെ മുകൾ ഭാഗത്ത് കുമിളകൾ വരും കണ്ടോ. ഈ ഒരു ടൈമിൽ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം ചപ്പാത്തി തിരിച്ച് മറിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഹാർഡായി പോകും. ഈ 2 തിരിച്ചിടൽ മാത്രം മതി. അപ്പോഴേക്കും നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതിൽ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ചേർത്തിട്ടൊക്കെയാണല്ലോ റെഡിയാക്കിയത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വണ്ണും റെഡിയായി. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചപ്പാത്തിയുടെ പണി. കണ്ടോ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഗ്രേവി
തിളച്ച് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നല്ല ടേസ്റ്റ്. കണ്ടോ, ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പിന്നെന്താ നാൻ, നൂലപ്പം, ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല മാച്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനത് പ്ലേറ്റിലേക്കൊന്നും എടുത്ത് സെർവ് ചെയ്ത് കാണിക്കണില്ല, കാരണം നമുക്കത് കഴിക്കുന്ന സമയമാകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നല്ല സോഫ്റ്റ്, സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി അതുപോലെ ഗ്രേവിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ വിട്ടു പോകുന്ന രീതിയിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് ലെയറുണ്ട്. കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ വേഗം അങ്ങോട്ട് പോകാതെ നിങ്ങളുടെ കമൻസ് അതെന്തായിരുന്നാലും, അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.